വീട്ടിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോയിൽ ഒരു ഷൂട്ടിംഗ് ഉണ്ട് നമുക്കിന്ന്. അപ്പോൾ അതിൻ്റെ യാത്രയോട് ബന്ധപ്പെട്ട് വെളുപ്പിന് തന്നെ നമ്മൾ പുറപ്പെടുകയാണ് അങ്ങോട്ട്. ഏഷ്യാനെറ്റിൽ എല്ലാ ദിവസവും വൈകുന്നേരം സംരക്ഷണം ചെയ്യുന്ന മാളികപ്പുറം സീരിയലിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെയുള്ളത് ശരിക്കും സ്വാസികയും ടീമുകളൊക്കെയാണ്. എടാ അളിയാ അത് ഗ്രിപ്പർ ആക്കിയില്ലായിരുന്നു അച്ഛനേടാ സിക്സ് ഒരെണ്ണത്ത് ഇറങ്ങിയിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ വലിയ എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം ആർച്ചർ കൂടെ വരുമ്പോഴത്തേക്ക് സ്വാസികയെ പരിചയപ്പെടാം, അതുപോലെ അനുവിനെ പരിചയപ്പെടാം, ആ ഒരു എൻ്റയർ ക്രൂവിനെ പരിചയപ്പെടാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു വലിയൊരു ചാൻസ് എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ പ്രൗഡാണ് എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ. ഇപ്പോൾ സ്വാസികയെ ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ തീരുവോ? ഇങ്ങനെ തീരുവോ? എനിക്ക് തോന്നുന്നൊരു കാര്യം, എൻ്റെ ഈ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പാട്ടിൻ്റെ സീക്വൻസുകളും ഡാൻസിൻ്റെ കാര്യങ്ങളും അതുപോലെ ഫൈറ്റ് സീക്വൻസ് എടുക്കാൻ വേണ്ടി ആയിരിക്കും എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു കാര്യത്തിന്. തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു നമ്മുടെ ഈ ഒരു ഷൂട്ട്. അപ്പോൾ ഒരു ഓൾ ഡേ എന്തായാലും ആ ഒരു എൻ്റെ ടീമിൻ്റെ കൂടെ ഒരു എന്താ പറയുന്നത് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടി എന്നുള്ള വലിയ കാര്യം. സ്വാസികയെ പരിചയപ്പെടാൻ പറ്റി, അതുപോലെ അനുവിനെ പരിചയപ്പെടാൻ പറ്റി, നമ്മുടെ ജഗദീഷ് പ്രസാദിനെ പരിചയപ്പെടാൻ പറ്റി. എനിക്ക് പുള്ളിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. പണ്ടൊക്കെ സമിതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് പുള്ളിയായിട്ട് ഒരു ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് വീണ്ടും ഒരു പുതുക്കാൻ പറ്റി. ഒരു ഫിലിം ആർട്ടിസ്റ്റ് എന്നുള്ളക്ക് എനിക്ക് എന്താ പറയുക, ആ ഒരു രീതിയിൽ എനിക്ക് സ്വാസികയെ സംസാരിച്ചപ്പോൾ വലിയ താരജാടയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. സ്വാഭാവികമായിട്ടും ഒരു ആർട്ടിസ്റ്റ്, ഒരു ആക്ട്രസ് ഒരു എന്താ പറയുക ഒരു ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം ആ രീതിയിൽ മാത്രമേ ഉള്ളൂ എല്ലാവരുമായിട്ടും ഇടപഴകിയതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ സ്വാസികയ്ക്ക് ഭയങ്കര ജാടയാണ്, മറ്റേയാണ് മറിച്ചെന്നൊക്കെ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ, എൻ്റെയും എൻ്റെ ബെറ്റർ ഹാഫിൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ അത്ര ആ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ അവർ ബിഹേവ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് എൻ്റെ വൈഫ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് അത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലോറിലൊക്കെ നല്ല രീതിയിൽ അവരും അനുവും പ്രസൻറ്റ് ചെയ്തു. ഡയറക്ടറിനും അതുപോലെ ടെക്നീഷ്യൻസിനും ക്യാമറാമാനും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയൊരു ദിവസമായിരുന്നു എൻ്റെ ആർച്ചയ്ക്ക്. ശരിക്കും വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടു. ഈ മാളികപ്പുറം സീരിയൽ കാണുന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ കണ്ടവർക്ക് മാത്രമേ ആ ഒരു പാട്ട് ഏതാണെന്നോ അല്ലെങ്കിൽ ആ ഒരു സോങ്ങിൻ്റെ സീക്വൻസ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് സംരക്ഷണം ചെയ്യുന്ന ഈ സീരിയലിനകത്ത് ഉള്ളൊരു ഡാൻസ് സീക്വൻസാണ്. പാട്ട് ഇങ്ങനെയാണ്: ചന്ദ്രകലാധര നിൻ മുന്നിൽ
ശ്രാവണ ചന്ദ്രികയായി ഞാൻ തൊഴുതുണർന്നു. അപ്പോൾ ആ ഒരു പാട്ടിന് വേണ്ടിയാണ് ആർച്ചയും അതുപോലെ നമ്മുടെ കൂടെ ഒരു കുട്ടിയുണ്ട്, പുള്ളിക്കാരിയും കൂടെ ചേർന്നാണ് ഈ ഒരു ഹെൽപ്പെല്ലാം ചെയ്ത് ഈ പ്രോഗ്രാമിൻ്റെ എന്താ പറയുക, ഒരു വൻ വിജയം തന്നെ പറയാം. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയൊരു ഡേ ആയിരുന്നു. ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഒരുപാട് സന്തോഷമാണ്. കാര്യം സ്വാസികയുടെ കൂടെയൊക്കെ നിന്ന് നമുക്കൊരു ദിവസം അല്ലെങ്കിൽ ഒരു മെമ്മറബിളായിട്ടുള്ളൊരു സംഭവം സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരുപാട് പ്രൗഡാണ്. എനിക്കും ആ കൂട്ടത്തിലൊരു പാർട്ടാവാൻ പറ്റിയ എനിക്ക് സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. ഫ്രണ്ട്സ്, ഷൂട്ടിംഗ് ലൊക്കേഷനും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ പറയുക, അടുത്ത ഒരു വീഡിയോ ആയിട്ട്, അത് പാട്ടോ അല്ലെങ്കിൽ ഫുഡി റിലേറ്റഡോ എന്തെങ്കിലും ആയിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ, ടേക്ക് കെയർ ഓൾ, ബൈ.